അപ്പോൾ ഹേ ഗൈസ്, ഇന്ന് നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മുടെ കാളക്കുട്ടൻ രാവിലെ തന്നെ, അല്ല പോത്തുംകുട്ടി രാവിലെ തന്നെ മറ്റേ സ്വിമ്മിങ് പൂളിലിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പോത്തുംകുട്ടാ എന്താടാ ഇയാളിന്നെ കളിയാക്കുവാണോ? അല്ലടാ പോത്തുംകുട്ട, ഞാൻ ജസ്റ്റ് ഫണ്ടിന് വേണ്ടി പറഞ്ഞതാ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ നിനക്ക്? അതെന്താ ഇന്ന് ഫ്രീ ആയിട്ട് കാടിവെള്ളം വല്ലയിടത്തും കിട്ടുന്നുണ്ടോ? ഗെയ്സ്, ഇവർക്ക് ആർക്കും അറിയില്ല ഗെയ്സ്, ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമ്മുടെ ദാസപ്പനെ മുക്കിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഇന്നാണെന്നുണ്ടെങ്കിൽ ഫുൾ വണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ എടുത്തിട്ടേക്കായിരുന്നു. കുറേ ഇനിയും കിടക്കുന്നുണ്ട്. നമ്മുടെ റോൾസ് റോയ്സ് ഒക്കെ നമ്മുടെ ഗ്യാരേജിൽ ഇട്ടേക്കാണ്. എന്തായാലും ദാസപ്പ് പോയി ആ മുക്കിലവൻ കിടക്കുന്നത്. ബോസേ, എൻ്റെ പൊന്നു ബോസേ, ഒന്നും പറയണ്ട ബോസേ, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ ബോസേ, ഒന്ന് ബോസേ, ഇന്ന് സ്കൂളില്ല ബോസേ. അപ്പോൾ ഗെയ്സ്, അവനും ഇത് തന്നെ പറയുന്നത്. അവർക്ക് ആർക്കും എൻ്റെ ബർത്ത്ഡേ എന്താണെന്ന് അറിയില്ല ഗെയ്സ്. എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ നല്ല രീതിക്ക് സെറ്റായിട്ടുണ്ട്. സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ താറ എടുക്കത്തുള്ളൂ ഗെയ്സ്. ബാക്കിയുള്ള വണ്ടികളൊക്കെ അടി തട്ടുമെന്ന് എനിക്ക് നല്ലവരും അറിയാം. പിന്നെ നമ്മുടെ റോഡും ഇപ്പോൾ ശരിയല്ല. എന്തായാലും നമ്മുടെ താറ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ താറ് എടുത്തുകൊണ്ട് പോവാം ഗെയ്സ്. നമ്മൾ ഇവിടുന്ന് കയറാൻ നോക്കുമ്പോൾ അയ്യോ, അപ്പുറത്തായിരുന്നിട്ടേ റൈറ്റ് സൈഡാണല്ലേ ഡ്രൈവിങ്. ചെറുതായിട്ടൊന്ന് മാറിയതാ. എന്ത് ഈ ലംബോർഗിനി ഓടിച്ചോടിച്ച് ശീലമായിട്ടേ റൈറ്റ് സൈഡ് ഡ്രൈവിങ് അങ്ങ് മറന്നു പോച്ച്. അല്ലാതെ എന്താ പറയുക, നമുക്കെന്തായാലും പറപ്പിക്കാം ഗൈസ്. പൊന്ന് ഗൈസ്, താറൊന്നും പറയല്ല, വിഷയം ഒന്ന് കഴുകണം ഗൈസ്. പിന്നെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് നല്ല പരിപാടി ഉണ്ട്. എന്തായാലും നമ്മുടെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ആൾക്കാരോട് ചോദിച്ചു നോക്കാം എൻ്റെ ബർത്ത്ഡേ എന്താണെന്ന് അറിയുമോന്ന്. എന്നാണെന്ന് ആരോടും പറയണ്ട. ചേട്ടാ പോയി ഇളന്താ നിൽക്കാത്ത. ഹലോ 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 രാഘവൻ ചേട്ടാ പോയി. ഹലോ 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 എടാ മോനെ വേഗം പറ, എനിക്ക് പോണം, പോയിട്ട് കുറെ പണിയുണ്ട്. എടാ മോനെ വേഗം പറ. ഗേസ്, ഇയാൾക്കും അറിയില്ല ഗേസ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയേക്കാം. നമ്മുടെ ദാസപ്പൻ്റെ അമ്മ വരുന്നു. അയ്യോ ഹലോ 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 നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ ഗേസ്? അവരും നൈസിൽ ഊക്കി വിട്ടിട്ടുണ്ട്. എന്തായാലും നമ്മുടെ എസ് ഐ സാർ നമ്മുടെ ബർത്ത്ഡേ മറക്കത്തില്ല ഗേസ്. ലെറ്റ്സ് ഗോ ടു ദ എസ് ഐ സാർ. എസ് ഐ സാറേ, എസ് ഐ സാർ അവിടെ ഇരിക്കുന്നുണ്ട് ഗേസ്. എന്തോ നല്ല തിരക്കിട്ട ജോലി. സാറേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇല്ലടാ, ഇല്ല. എന്തായാലും എസ് ഐ സാറിനോട് ചോദിച്ചു. ഗേസ്, എസ് ഐ സാർ ഉള്ളിലുണ്ട് ഗേസ്. അപ്പോൾ ധാരാ എല്ലാവരും ഉണ്ടല്ലേ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയോ? അവരൊന്നും മിണ്ടുന്നില്ലല്ലോ. എന്താ അവരിങ്ങനെ മിണ്ടായിരിക്കുന്നത്? ഹലോ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയോ സുഹൃത്തുക്കളെ? എന്താ ഒരാരും മിണ്ടുന്നില്ലല്ലോ. എസ് ഐ സാറേ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാന്നേ. എന്താ ഇവിടെ കമ്പ്യൂട്ടർ ഒന്നും ഇല്ലേ? ഒന്നും മേടിക്കണല്ലോ. പറഞ്ഞത് നന്നായി. എന്തായാലും എനിക്ക് കുറച്ച് ബാങ്കിൽ പൈസ വന്ന് കിടക്കുന്നുണ്ട്, അത് ഞാൻ എടുക്കാൻ മറന്നിരുന്നു. താങ്ക് യു ഫോർ ദ ഇത്. ഗെയ്സ്, ആർക്കും ഓർമ്മയില്ല ഗെയ്സ്. നമ്മുടെ പിന്നെ മൂഞ്ചി ഗെയ്സ്. നമുക്ക് നമ്മുടെ താറെടുത്തോണ്ട് വേറെ എവിടേക്കേലൊക്കെ പോയോക്കാം ഗെയ്സ്. എന്ത് ചെയ്യാനാ ഗെയ്സ്, ആർക്കും നമ്മുടെ വേണ്ട ഗെയ്സ്. എന്തായാലും ഗെയ്സ് നമുക്കൊന്ന് പോയി നോക്കാം. ഇനിയിപ്പോൾ ആരെ കാണാനില്ല, ഇനിയും കുറേ പേരൊക്കെ കാണാനുണ്ട്. അതാ നമ്മുടെ ബാപ്പുട്ടിയല്ലേ പോണ കേസ്. അവൻ്റെ പുതിയ ഓടിയാണ് കേസ്. നിൽക്കടാ ബാപ്പുട്ടി അവിടെ. അയ്യോ, ഇപ്പോൾ പോയി നോക്കാം പാടി. മറ്റേ സൗദി ഡ്രിഫ്റ്റ് അടിച്ചതാണ്, വേറെ ഒന്നുമില്ല. അയ്യോ, ബാപ്പുട്ടിയുടെ ലൈറ്റ് പോയി. ബാപ്പുട്ടിയുടെ ലൈറ്റ് പോച്ച്. എന്തായാലും നമുക്കൊന്നുകൂടി പോയേക്കാം. ബാപ്പുട്ടിയേ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയോ? ഓക്കെ കേസ്, അങ്ങനെ നമ്മുടെ ഫ്രാങ്ക്ലിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബീച്ച് സൈഡിൽ വന്നിട്ടുണ്ട്. ബാപ്പുട്ടിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല, നീച്ചിപ്പോ ചങ്ങായി, വണ്ടി അവിടെ കൊണ്ടേ കൊടുക്കാണ്ട്. അപ്പോൾ അവൻ്റെ ലൈറ്റും അടിച്ചു പോയിട്ടുണ്ട്. എൻ്റെ പൊന്ന് കേസ്, ഇത് നമ്മുടെ മഹേന്ദ്ര താറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. എത്ര പവർഫുള്ളാണ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാട്ടിക്കൂട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പപ്പടം പോലെ പൊടി. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടി കാട്ടാന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ ലക്കിന് വരുള്ളൂ. സൗദി ഡ്രിഫ്റ്റ് അടിക്കണം എന്നുണ്ട്. പക്ഷെ മണൽത്തരിയിലൂടെ സൗദി ഡ്രിഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ കണ്ടത്തിൽ തെറിച്ചിരിക്കും. കേസ് നമുക്ക് വെള്ളത്തിലോട്ട് ഇറക്കിയാലോ? വെള്ളത്തിൽ കുടുങ്ങുക? ഇല്ല. അയ്യോ, പിന്നെ വെള്ളത്തിൽ മറിഞ്ഞു കഴിഞ്ഞാൽ കേസ് പെട്ട്. പിന്നെ നമ്മൾ ഉരുട്ടി കൊണ്ടുപോകേണ്ടി വരും അവസാനം. പിന്നെ ക്രെയിൻ വന്ന് പോലീസായി, MVD ആയി, SI സാറിനെ അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ടേണ്ടി വരും. പിന്നെ എന്ത് ചെയ്യാനാ കേസ്, ഒന്നുകൂടെ കറക്കാം. എൻ്റെ പൊന്ന് കേസ്, വിഷയം ഡോറൊക്കെ തുറയും കേസ്. അതിന് തട്ടിപ്പൊട്ടി തുറയുന്നതാണ്. എന്തായാലും നമ്മുടെ ബർത്ത്ഡേ ഒന്നും ആരും അറിഞ്ഞില്ല കേസ്. നല്ല രീതിക്ക് വിഷമമുണ്ട് കേസ്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. ബൈ ടാറ്റ, ഗുഡ് ബൈ. വേറെ ഒന്നുമില്ല, ഇന്ന് രാവിലെ കുളിച്ചാൽ മറന്നിരുന്നു. ഒന്ന് കുളിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ. അപ്പോൾ ഗൈസ്, ഫ്രാങ്ക്ലിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് താഴെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.